യുദ്ധങ്ങളിൽ നടക്കുന്ന മരണങ്ങളും നമ്മുടെ നിലപാടുകളും അഭിപ്രായങ്ങൾ പറയാനും എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളൊക്കെ ജീവിച്ച് വളർന്നു വന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അതിനോട് അനുബന്ധിച്ചാവും നമ്മളെല്ലാവരും സംസാരിക്കുന്നതും ഒരു സൈഡിൽ നിന്നും ചിലപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം ഞാനടക്കം അല്ലെങ്കിൽ നിങ്ങളടക്കം ഓരോരുത്തർക്കും ഓരോ മനോഭാവമുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ ശരികളുണ്ട്, ഓരോ തെറ്റുകളുണ്ട്. ശരിയാവാം. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതല്ല, യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് അവിടെ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ആളാണെങ്കിൽ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും അത് ഇവൻ്റെ ശത്രുവാണ്, അവൻ ചിരിക്കും. ആ രീതിയിലാണല്ലോ, അല്ലെങ്കിൽ അവൻ സന്തോഷമായി. ഓപ്പോസിറ്റ് അവിടെ ഒരു മരണം നടക്കുമ്പോഴും അങ്ങനെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് യൂറോപ്പിലാണ്, ഇവിടെയാണ്. ഇവിടെ യുദ്ധം നടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി വന്നത് നോർമൽ ടൈമിലാണ് ഞാൻ കയറി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഒരു യുദ്ധം ഇനി പൊട്ടിപ്പുറപ്പെട്ടാൽ നാട്ടിലിരുന്നിട്ട് ഇങ്ങനെ അപ്പുറം നിന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇറാനിലായാലും ഇസ്രായേലായാലും നമ്മളെപ്പോലെ ജോലിക്ക് പോയ ആൾക്കാർ അവിടെ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് ഇപ്പോൾ ഇസ്രായേലിലാണ് ആൾ മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ നാട്ടിലിരുന്നിട്ട് നന്നായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇറാനിലാണ് ഇതേപോലെ നമ്മുടെ നാട്ടിലത്തെ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അത് നന്നായി എന്ന് പറയുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ യുദ്ധങ്ങൾ നടക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെയും ഓരോ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ജീവിച്ച് അല്ലെങ്കിൽ അവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാൾ മരിച്ചു പോകുമ്പം നാട്ടിലുള്ളൊരു കുടുംബമുണ്ട്, അവർക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാവുമല്ലോ ഇപ്പോൾ അവർ വിസ എടുത്ത് അങ്ങോട്ട് പോയത്. അപ്പോൾ ആ ആളുടെ കുടുംബം അവിടെ എന്തായി ചോദിച്ചിട്ടുണ്ടായി. ഈ ചിരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ എന്തെങ്കിലും ഒരു സഹായം ഈ കുടുംബത്തിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവർ പോയി, നന്നായി, ആ രാജ്യത്ത് കിടന്നല്ലേ, അത് അതിൻ്റെ ആളാവും എന്ന് നമ്മൾ എഴുതി തള്ളി. ഒരിക്കലും നമ്മളൊരു രാജ്യത്ത് കയറി ചെല്ലുമ്പോൾ ഞാൻ ആ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെന്നിട്ട് കയറുന്നതല്ല. നമുക്ക് നമ്മുടെ രാജ്യം ഇന്ത്യയുണ്ട് സപ്പോർട്ട് ചെയ്യാൻ, അതാണ് നമ്മൾ ഏറ്റവും വലുത്. എന്നെ സംബന്ധിച്ച് അതിനെ വലുത്. പക്ഷേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ മാൾട്ടയിലാണ്. ഇപ്പം ഒരാളിപ്പോൾ ദുബായിൽ നിൽക്കുന്നുണ്ട്, സൗദിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പല രാജ്യത്തും ജോലി ചെയ്യുന്നവരുണ്ടാവും. കാരണം അന്നം തരിക എന്ന് പറയുന്നത്, ഇപ്പം ഒരു നായക്ക് നമ്മൾ തീറ്റ കൊടുത്താൽ ആ നായ വാല് കാട്ടുമല്ലോ, സ്വാഭാവികം പറ്റും. നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് നമ്മൾ അധ്വാനിച്ച് നല്ല മാന്യമായിട്ട്, നമ്മൾ മോഷ്ടിക്കില്ലല്ലോ, മാന്യമായിട്ട് ഉണ്ടാക്കുന്ന ആ ഫുഡ് തരുന്ന ആ രാജ്യത്തിനോട് നമുക്കൊരു കൂറുണ്ടാവും. അത് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ അവിടെയാണ് ജീവിച്ച്, അവിടെ നമ്മളൊരു കുടുംബം വരെ നമ്മൾ കഴിഞ്ഞു പോകുന്നത് അവിടെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടൊരു യുദ്ധം നടക്കുമ്പോൾ നമുക്ക് നമ്മളൊരു മനസ്സ് കയറ്റി ഇവിടെ തകരരുത് എന്ന് ആലോചിക്കണം. എന്താ അവിടെ തകർന്നു കഴിഞ്ഞാൽ നമ്മളും ഇല്ല, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഓരോ രാജ്യത്ത് നിൽക്കുന്നവർക്ക് നല്ല രാജ്യം തന്നെ പറയാനുണ്ടാവുള്ളൂ. ഏത് ലോകത്തിൻ്റെ എവിടെയുള്ള ഏത് മനുഷ്യന്മാരും ഒരു സാധാരണ മനുഷ്യൻ നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. അവർക്കും കുടുംബം, കുട്ടികൾ, ഫുഡ്, ജീവിതം അത്രയ്ക്ക് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ. ചില കുറച്ച് ആൾക്കാരാണത്, അതേപോലെ ചില ഗവൺമെൻറ്റുകളുടെ താല്പര്യമാണ് ഇതൊക്കെ ഇങ്ങനെ ആയി മാറുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ആൾക്കാരെ മൊത്തം തരം തിരിച്ച് കാണരുത്. ഏതൊരാളും, ഞാൻ ഇതിൽ ആരും എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഇത് രണ്ട് സൈഡും നിൽക്കുന്ന ആൾക്കാരും ഒരേപോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മനുഷ്യൻ എന്നുള്ള ഒറ്റ കാറ്റഗറി ഉണ്ട്.